നമസ്കാരം സ്നേഹിതരെ, ഞാൻ മധു പിന്നപ്ര. ഇന്നത്തെ മധുരം ബ്ലോഗ്സിലെ ഈ എപ്പിസോഡിന് ആധാരം ഈ അടുത്ത സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞ ഫോണിലൂടെ നൽകിയൊരു സന്ദേശമാണ്. മറ്റൊന്നുമല്ല, വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടി ഏറെ വിഷമത്തോടു കൂടിയാണ് ഈ സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, മധു, അത് എന്താണെന്നറിയാമല്ലോ, വല്ലാത്ത നന്ദിയില്ലാത്തവരുടെ ലോകമാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അത് ഞാൻ പലർക്കും, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വളരെ അത്യാവശ്യ സമയത്ത് ഞാൻ സാമ്പത്തികം കൊടുത്ത് ഞാൻ സഹായിച്ചു. പക്ഷേ സാമ്പത്തികം തിരിച്ച് തന്നില്ല എന്ന് മാത്രമല്ല, എന്നെ കണ്ടാൽ തിരിഞ്ഞു നടക്കുകയും ഞാൻ വിളിച്ചാലൊന്നും ഫോൺ എടുക്കുന്നില്ല. തന്നെയുമല്ല, ഞാൻ പണം കൊടുക്കുകയും ചെയ്തു. ഞാൻ നിരന്തരം ഞാൻ കൊടുത്ത പണത്തിന് തിരിച്ചു ചോദിക്കുന്നു എന്ന കാരണത്താൽ പലരെയും വിളിച്ച് എന്നെ അപമാനിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ സ്ഥിരമായിട്ട് ഇത്തിരി പൈസ മേടിച്ചു തിരിച്ച് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ ചോദിക്കുന്ന ഈ സുഹൃത്തിൻ്റെ മാനസികാവസ്ഥ അവർ മറ്റുള്ളവർ അല്ലെങ്കിൽ ആ കടം വാങ്ങിയവർ മനസ്സിലാക്കുന്നില്ല. ഇതിൽ അദ്ദേഹം വല്ലാതെ മാനസികമായിട്ട് വിഷമിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സംസാര മധ്യയാണ് അറിയുന്നത്, ഒന്നല്ല പലർക്കും കയ്യിലിരിക്കുന്ന പൈസ സ്വന്തം പോലും ആവശ്യം മാറ്റിവെച്ചിട്ട് പലർക്കും കൊടുത്തിട്ട് ചിലരൊക്കെ തിരിച്ചു കൊടുക്കും, മറ്റു ചിലരൊക്കെ മേടിച്ച ഭാവം പോലും നടിക്കില്ല. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് പോലും ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്, സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാനെപ്പോഴും എന്താ പറയുക, പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കലികാലമാണ്, മനുഷ്യനോടെന്ന പോലെ തന്നെ മൃഗങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു പക്ഷേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് നന്ദിയില്ലാത്തവരുടെ ലോകമെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ എല്ലാ കാര്യത്തിലും എന്താ പറയുന്നത്, ഇന്ന് കടം കൊടുക്കുന്നവർ നാളെ ശത്രുവാകും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ സംഭവം ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അതെൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ പ്രോഗ്രാമിലൊക്കെ സജീവമായിരുന്ന സമയത്താണ്. ഇപ്പോൾ പലരും അവസരങ്ങൾക്ക് വേണ്ടിയൊക്കെ വിളിക്കും. ചിലർ പറയും, എനിക്ക് ചാനലിൽ നിങ്ങളോട് പ്രോഗ്രാം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു അവസരം വാങ്ങിത്തരണം. എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ ഞാൻ അവരെ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഏതെങ്കിലും സമിതിയിലാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ചാനൽ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുകയോ, ജസ്റ്റ് ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വരെ അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് ഒരു അച്ഛനും അമ്മയും ഒരു മോളാണ് അവർക്കുള്ളത്. ആ കുട്ടിക്ക് 5 വയസ്സ് കഷ്ടിച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്ഥിരമായി എന്നെ കാണാൻ പുന്നപ്രയിൽ എൻ്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഇവർ ചോദിക്കുന്ന മറ്റൊന്നുമല്ല, ഈ ബാലതാരങ്ങളെയൊക്കെ സിനിമയിലൊക്കെ ആവശ്യമായി വരുമല്ലോ, അവർക്ക് ചാനൽ പ്രോഗ്രാം ഒന്നും അല്ല ഒരു ഉദ്ദേശം, കുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മധുവിന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അവസരം ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചാണ്. ഒന്നല്ല പലതവണ ഇവർ എൻ്റെ വീട്ടിൽ വരും, ഈ അച്ഛനും അമ്മയും വരും. അപ്പോഴൊക്കെ ഞാൻ പറയും, എനിക്ക് അങ്ങനെ ഞാനൊരു സിനിമ നടനൊന്നുമല്ല, പിന്നെ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ, നമ്മുടെ അറിവിൽ വന്നാൽ ഞാൻ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വർഷം പിന്നെ ഒന്ന് കടന്നുപോയി. ഒരു സമയത്താണ് ഏതൊരു സിനിമയുടെ, ഞാൻ സിനിമയൊന്നും പറയുന്നില്ല, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നെ വിളിച്ച്, ഞങ്ങൾ വേറൊരു കാര്യത്തിന് വിളിച്ച വഴിയാണ് പറയുന്നത്, ഈ 5-6 വയസ്സുള്ള കുട്ടികൾ, നമ്മുടെ ഒരു പടത്തിൽ കുറച്ച് കുട്ടികൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് 2 കുട്ടികൾ ആവശ്യമുണ്ട്, ഒരു കുട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയ ആരെങ്കിലും മധുവിൻ്റെ പരിചയത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്, എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ അവസരം ചോദിച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് വന്ന അച്ഛനും അമ്മയും അവരുടെ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ നല്ല ഓമനത്വമുള്ള, നല്ല ഐശ്വര്യമുള്ളൊരു കുഞ്ഞ്. അപ്പോൾ ഇതിന് ആക്ടിങ് കപ്പാസിറ്റി എനിക്കറിയില്ല, എങ്കിലും താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളെ ഇവരെ അറിയിക്കാം. ഞാൻ ഇവരെ ഫോൺ ചെയ്ത്, വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു അവസരം വന്നിട്ടുണ്ട്, അപ്പോൾ ആ കഥാപാത്രത്തിന് ആപ്റ്റായ കുട്ടിയാണെങ്കിൽ ഉറപ്പായും കുഞ്ഞിന് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അഭിനയിക്കുമല്ലെന്ന് എനിക്കറിയില്ല, അത് നിങ്ങളുടെ കയ്യിരിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ്, പ്രൊഫൈലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് കുട്ടിയുടെ ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തു. പിന്നീട് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവസരമൊന്നും കാണില്ലായിരിക്കും. അപ്പോൾ ഒരു 7-8 മാസം കഴിഞ്ഞു. അപ്പോഴും ഞാനിത് പിന്നെ ഫോളോ ചെയ്യുന്നില്ല, കാരണം അവസരം കൊടുത്ത് ഇവരുടെ ഫോൺ നമ്പറൊക്കെ അല്ലേ വെച്ചിരിക്കുന്നത്. ഒരു 7-8 മാസം കഴിഞ്ഞ് ഞാനൊരു ദിവസം ആലപ്പുഴയിൽ ബസ് ഇറങ്ങുകയാണ്. ഒരു സൂപ്പർ ഫാസ്റ്റിൽ ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ
അതേ ബസ്സിലേക്ക് ഇവര് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ആ ബസ്സിന്റെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ സൈഡിൽ നിൽക്കുകയാണ്. അവരുടെ കയ്യിലൊക്കെ ഒരു ബാഗൊക്കെ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ. ഇവരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം കുറേ നാൾ മുമ്പ് എൻ്റെ വീട്ടിൽ വന്നവരല്ലേ. പക്ഷേ ഞാൻ അവർക്ക് ചെന്നൊരു എക്സ്ക്യൂസ് പറയാം, അത് നടന്നില്ല എന്നൊക്കെ പറയാമെന്ന് കരുതി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, എന്താ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, അത് ഞങ്ങളൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് വരികയാണ്. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒത്തിരി സന്തോഷം. അപ്പോൾ ഏത് സിനിമയെന്ന് ചോദിച്ചപ്പം ആ സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഞാൻ പണ്ട് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത കമ്പനിയുടെ ആണല്ലോ ആ സിനിമ. ആ അതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അത് ഞാനായിരുന്നല്ലോ നിങ്ങളുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തത്. അയ്യോ തീരെ അവസരം കിട്ടിയിട്ട് ഷൂട്ടിങ്ങിന് പോയിട്ട് എൻ്റെ ഒക്കെ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, സാറേ സമയം കിട്ടിയില്ല, ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചു, 2 ദിവസം അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു, കുട്ടിയെ കൊണ്ട് പോകാനുള്ള ഡ്രസ്സ് എടുക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ച് പറയാൻ പറ്റാഞ്ഞത്. ഓക്കെ ഞാൻ സമ്മതിച്ചു, സന്തോഷം എന്ന് പറഞ്ഞു. കുഞ്ഞിന് അവസരം കിട്ടിയല്ലോ. പിന്നീട് ഞാൻ പറഞ്ഞു, ആ പ്രൊഡക്ഷൻ കൺട്രോളറുടെ എൻ്റെ ഫോൺ നമ്പർ ഫോണിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പലരുടെ പേര് എഴുതിയിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി. ഈ പ്രൊഡക്ഷൻ കൺട്രോളെന്ന് ഉള്ള അടിച്ചു നോക്കിയപ്പം എല്ലാം ഇങ്ങനെ കുറേ പേരുടെ പേര് വരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ കൺട്രോളുടെ നമ്പർ ഇങ്ങോട്ട് തരും, ഞാനൊന്ന് വിളിച്ചിട്ട് നന്ദി പറയാം. കാരണം നമ്മൾ ഇതുപോലെ നിങ്ങളെ ആപ്ലിക്കേഷൻ അയച്ചിട്ട് ഒരു അവസരം കിട്ടിയതാണല്ലോ. പെട്ടെന്ന് ആ കുട്ടിയുടെ അമ്മ പറയുകയാണ്, സാറേ അത് ഒന്നും വിചാരിക്കരുത്, ഫോൺ നമ്പർ ആർക്കും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ലേ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തിൽ അവസരം കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നതിന് എന്താ? അയ്യോ അത് നിർബന്ധമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആർക്കും നമ്പർ കൊടുക്കരുതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിടി വെട്ടിയ പോലെ ഞാൻ ഒറ്റ നിൽക്കുക. കാരണം നമ്മൾ മൂലം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ നമ്പറിൽ ഒരു നന്ദി പറയാൻ ആ നമ്പർ താന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നു നമ്പർ ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുമ്പ് കടം മേടിച്ച അല്ലെങ്കിൽ കടം കൊടുത്ത സുഹൃത്തിന് വന്ന മാനസികാവസ്ഥ പോലെ തന്നെ എന്താ പറയേണ്ടത്, ഒരു നന്ദി എന്ന് പറയുന്ന ഇല്ലാത്തവരുടെ ലോകമായി എല്ലാവരും അല്ല കേട്ടോ, കുറേ പേരുണ്ട്. ആരുടെയെങ്കിലും എന്താ പറയുക അവസരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഏണിയായിട്ട് നിൽക്കാൻ ആരെങ്കിലും വേണം, അതിൽ ചവിട്ടി കയറി പോകാനും കുറേ പേര് കാണും. മേളിൽ ചെന്ന് കഴിയുമ്പോൾ തിരിഞ്ഞ് ഒന്ന് താഴത്തേക്ക് ആരാണ് എനിക്ക് ഏണി വെച്ച് തന്നത് എന്ന് ആലോചിക്കാൻ പോലും എന്താ പറയുക സമയമില്ലാത്തവരുടെ ലോകമായി കുറേ പേർ അധപ്പതിച്ചിട്ടുമുണ്ട്. എന്തായാലും എത്ര ഉയരത്തിൽ കയറിയാലും ആ ഏണി അവിടെ ഉണ്ടെങ്കിൽ എന്നെങ്കിലും താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും എന്ന് ഇത്തരത്തിലുള്ളവർ കരുതുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ കഥ ഞാൻ ആ മാനസികമായി വിഷമിച്ചെന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ കൊടുത്ത പൈസയെക്കാളും വലിയ ഒരു ദുഃഖമാണല്ലോ താങ്കൾക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദുഃഖമൊന്നുമില്ല, നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. സഹായിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ശക്തി നമുക്ക് തുടരാനുള്ള അല്ലെങ്കിൽ നമുക്കുള്ള നല്ല പാതയൊരുക്കും. ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കിട്ടു എന്ന് മാത്രം. കാരണം ആ ഒരു ഫോൺ കോളാണ് ഇതിന് ആധാരം.